ഫൈനലി എനിക്ക് ആപ്പിൾ അവരുടെ സീക്രട്ട് ആയിട്ടുള്ള ഐഫോൺ മോഡൽ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ഈ ഐഫോണിൻ്റെ പേര് ഐഫോൺ മിനി 16 പ്രോ എന്നാണ്. അതായത് 2 മിനി 2 മിനി പ്രോ എന്നാണ് എൻ്റെ പേര്. അപ്പം നിങ്ങൾക്കാരും ഇത് കാണാൻ ചാൻസ് കുറവാണ്, കാരണം ഇത് ഭയങ്കര റെയർ ആയിട്ടുള്ള ഫോണാണ്. ഇത് ആപ്പിൾ എനിക്ക് വേണ്ടി മാത്രം അയച്ചു തന്ന ഫോണാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നതല്ല, ഇതൊരു തീപ്പൊരു ഫോണാണ്. ഇതിൻ്റെ പെർഫോമൻസ് കണ്ടാൽ നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോവും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോയുടെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഗൈസ്, അങ്ങനെ ഇതാണ് നമ്മുടെ ഐഫോണിന്റെ ബോക്സ് വരുന്നത്. നിങ്ങൾക്ക് ആദ്യമേ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഇത് ഐഫോൺ അല്ല, ഐഫോണിന്റെ ഒരു ചാതരാണ്. ഇത് ചൈനക്കാരുണ്ടാക്കിയ ഐഫോണിന്റെ ഒരു ചെറിയൊരു ഡൂപ്ലി വെർഷൻ ആണ്. അപ്പൊ ഞാൻ എന്തായാലും ആദ്യം പറഞ്ഞു, ഞാനിത് നേരത്തെ ഒന്ന് അൺബോക്സ് ചെയ്തതാണ്. അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ അൺബോക്സ് ചെയ്തേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതിന്റെ പാക്കേജിംഗ് കൊള്ളാം, ഐഫോണെ വെല്ലുന്ന പാക്കേജിംഗ് ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ ബോക്സ് തുറക്കുമ്പോൾ നമ്മുടെ ഫോൺ ഇങ്ങനെയാണ് വരുന്നത്. എന്തായാലും തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഫോൺ സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഐഫോൺ 16 പ്രോ മാക്സ് എന്ന് പറഞ്ഞൊരു ബാർകോഡൊക്കെ ഉണ്ട്. ഒറിജിനാലിറ്റി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബോക്സിന്റെ അടിയിലോട്ടാണ് പോകുന്നത്. എന്തായാലും ബോക്സിന്റെ അടി നല്ല ലാവിഷായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു USB to C ടൈപ്പ് ചാർജിങ് കേബിൾ, ഒരു ഹെഡ്ഫോൺസ്, ഒരു ഫോൺ കവർ, പിന്നെ ഒരു ചാർജിങ് ബ്രിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിം ജെറ്റ് ടൂളും പിന്നെ ഒരു ഫോണിന്റെ മാനുവലും ആണ്. അറ്റ് ലാസ്റ്റ് ഇനി നമുക്ക് നമ്മുടെ ഫോൺ എടുക്കാം. ഇങ്ങനെ ഒരു കവറിലാണ് നമ്മുടെ ഫോൺ വരുന്നത്. രണ്ട് സൈഡും ഇങ്ങനെ ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട് അവർ. ഇനി നമുക്ക് നൈസായിട്ട് അതിന്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഇതൊരു സ്റ്റിക്ക് നമുക്ക് പീൽ ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ ഇത് കാണാനും പിടിക്കാനും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് വോളിയം അപ്പും ഡൗണും ബട്ടൺ ഉണ്ട്. പിന്നെ അപ്പർ സൈഡിലാണെങ്കിൽ ഒരു പവർ ബട്ടണും പിന്നെ ഒരു സിം ഇടാനുള്ള സ്ലോട്ടും ഉണ്ട്. പിന്നെ താഴെയായിട്ട് ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടും പിന്നെ ഒരു സ്പീക്കറും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ ഐഫോൺ 17 പ്രോ മാക്സ് മിനി ഓൺ ആക്കാം. സത്യം പറയല്ലേ, ഇത് ഓണായി വരാൻ വേണ്ടി ഒരു 40 സെക്കൻഡ് എടുത്ത്. ഓണായി വരുമ്പോഴോ ഇതേപോലത്തെ അടിപൊളി RGB ലൈറ്റിംഗ് ഒക്കെ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റും. ഇതേ പിന്നെ നമ്മുടെ ഫോൺ തുറന്നു വരുമ്പോൾ ഇത്ര ആപ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ തുറന്നു കഴിഞ്ഞ് നേരെ പോയത് ക്യാമറ ആപ്പിലേക്കാണ്. അപ്പോൾ എന്തായാലും ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ലാസ്റ്റ് വെളിയിൽ പോയി ഷൂട്ട് ചെയ്തതിന്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിന്റെ സിമ്മിന്റെ സ്ലോട്ട് ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ എന്തായാലും ഇതിന്റെ സ്ലോട്ട് നോക്കുകയാണെന്നില്ല, ഒരു SD കാർഡ് ആണുള്ള ഒരു സ്ലോട്ടും പിന്നെ ഒരു സിം ഇടാനുള്ള സ്ലോട്ടും ആണ് ഉള്ളത്. ഡുവൽ സിം അല്ല, സിംഗിൾ സിം ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സത്യം പറയാമല്ലോ, ഇതിന്റെ ഫാസ്റ്റ് പ്രോസസ്സിംഗ് കാരണം ഇതിന്റെ യൂട്യൂബ് തുറന്നു തരാൻ തന്നെ ഒരു 30 സെക്കൻഡ് എടുത്ത്. പിന്നെ ഇതിന്റെ യൂട്യൂബ് തുറന്നൊരു പാട്ടിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഫോൺ ഫുള്ളേ സ്റ്റക്കായി. ഞെക്കിയിട്ട് അനങ്ങുന്നില്ല, നീങ്ങിയിട്ട് അനങ്ങുന്നില്ല, ഒന്നും അനങ്ങുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ, ഞാൻ നേരെ പവർ ബട്ടനെ ഞെക്കി അമ്മക്കി പിടിച്ച് ഫോൺ അങ്ങ് റീസ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ അവസാനം നമ്മളൊരു പാട്ടൊക്കെ ഇട്ട് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ ഇതിന്റെ സ്പീക്കർ ക്വാളിറ്റി നോക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിന്റെ ഇയർബഡ്സ് എടുത്ത് നോക്കിയില്ലായിരുന്നല്ലോ. അപ്പോൾ ദേ ഗൈസ്, ഇതിനകത്ത് C ടൈപ്പ് ഇയർബഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല, നോർമൽ ഒരു ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇതിന്റെ ചാർജിങ് കേബിൾ USB to C ടൈപ്പ് ആണ് വരുന്നത്. സത്യം പറയാലോ, ഇത് ചെറിയൊരു ക്യൂട്ട് ചാർജിങ് കേബിൾ തന്നെയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫോണിന്റെ ക്യാമറ ടെസ്റ്റിനായിട്ട് ഔട്ട്ഡോർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ക്യാമറയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. സത്യം പറയാലോ, ഇതിന്റെ വീഡിയോ ക്വാളിറ്റി ഏകദേശം ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിന്റെ വീഡിയോ ക്വാളിറ്റി കണ്ട് ശരിക്കും അന്തിച്ചു പോയി. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും ഏകദേശം ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ് ഇത് തരുന്നത്. പിന്നെ ഇതിന്റെ സെൽഫി ക്യാമറയുടെ കാര്യം പറയാനാണെങ്കിലും ഏകദേശം ഒരു പണ്ടത്തെ എസ്തെറ്റിക് ടൈപ്പ് ഫോട്ടോസ് ഒക്കെയാണ് തരുന്നത്. സത്യം പറയാലോ ഗൈസ്, ഈ ഫോണിന്റെ ഒരു ഇൻഹാൻഡ് ഫീൽ അടിപൊളി കേട്ടോ. സത്യം പറയാലോ, ഈ കോമ്പാക്ട് ഫോണൊക്കെ കൈ പിടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു അടിപൊളി ഫീലിംഗ് ആണത്. സത്യം പറയാലോ, ഈ ഫോൺ ചെറിയൊരു ഫോണാണെങ്കിലും നല്ലൊരു ക്യൂട്ട് ഫോണാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോണിന്റെ ടെസ്റ്റിങ്ങും സൗണ്ട് ക്വാളിറ്റി, ക്യാമറ ക്വാളിറ്റി അതെല്ലാം കണ്ടു കാണും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ OS കൂടെ നല്ലായിരുന്നു. ഞാൻ എന്തായാലും ഇത് ഉപയോഗിച്ചു തന്നെ കേട്ടോ, കാരണം എനിക്ക് ഇങ്ങനത്തെ കോമ്പാക്ട് ഫോണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഈ ചാനലിലൂടെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.